ഒന്ന്, നമ്മൾ ഊളിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ചിലർ അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് മനസ്സിലാകും. അന്ധമായിട്ടൊന്നും വിശ്വസിക്കരുത്. അതുകൊണ്ട് സഭാതത്വശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇടയ്ക്ക് ചില ഇല്ലസ്ട്രേഷൻസ് ഒക്കെ പറയും. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചോട്ടെ, ആദ്യമായിട്ട് ചോദിക്കും, ഉത്തരം പറയണം കേട്ടോ. കുടുംബത്തില് ഭർത്താവ് കഴിഞ്ഞ പിന്നെ അടുത്ത സ്ഥാനം ആർക്കാം? ഭാര്യ. ക്രിസ്തു സഭ അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ നമുക്കറിയാം വിശ്വാസികളെ എല്ലാം ദൈവമക്കളെ എല്ലാം ക്രിസ്തുവിനോടാണെങ്കിൽ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അപ്പം ക്രിസ്തുശാസ്ത്രമാണ് ഏറ്റവും പ്രധാനം. ദൈവശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം. അതിൽ ക്രിസ്തുശാസ്ത്രം കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് വരുന്നത് സഭാതത്വശാസ്ത്രമാണ്. കാരണം എന്താണ് എന്ന് പറഞ്ഞേ? കാരണം എന്താണ്? സംസാരിക്കുക. എന്താണ്? സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സഭാതത്വശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതായ വിഷയമാണ്. ഇനി ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ക്ലാസിന്റെ സ്റ്റൈല് ഒന്ന് വർണ്ണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഞാനാണെങ്കിൽ ആ കാര്യങ്ങൾ പഠിച്ചപ്പോൾ 46 മെത്തേഡുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ഈ പ്രസംഗ മെത്തേഡ് മാത്രമേ ഉള്ളൂ. വേറെ അനേകം ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ഫിലോസഫേഴ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നതായ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്സ്, ഇങ്ങനെ അനേകം 46 മെത്തേഡുണ്ട്. അവിടെ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് ഒരു പ്രത്യേകമായ മെത്തേഡ്, പിന്നെ അമേരിക്കയിൽ രൂപീകരിച്ച ഒരു മെത്തേഡാണ് TDD. എഴുതാനായിട്ട് സ്ഥലമില്ല, നിങ്ങൾ ആരെങ്കിലും എഴുതുക. TDD. അത് ടീച്ച്, ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഡു. ടീച്ച്, ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഡു. ഒരു ചൈനീസ് പഴമൊഴിയിൽ നിന്നാണ് ഈ മെത്തേഡ് രൂപീകരിച്ചിരിക്കുന്നത്. ഈ മെത്തേഡ്, ഈ രീതി TDD ഞാൻ പറയാം, വിശദീകരിക്കാം. ആ ചൈനീസ് പഴമൊഴി പറയാം. ഐ ഹേർഡ്, ഞാൻ കേട്ടതേ ഉള്ളൂ, ഞാൻ കേട്ടു. 10% ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പോകത്തുള്ളൂ, നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. 10-20 മാക്സിമം 10-20. അതെ, ഇവിടെ ധാരാളം പ്രസംഗങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. എത്ര ശതമാനം നമ്മൾ ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രസംഗം നമ്മൾ ഓർക്കുന്നുണ്ടോ? ഒരു 10-15%. അടുത്തത് ഐ ഹേർഡ് ആൻഡ് ഐ സോ. ഞാൻ കേട്ടു, ഞാൻ ആ കാര്യം തന്നെ ഏതെങ്കിലും, ഇവിടെ തന്നെ ഞാൻ വൈറ്റ് ബോർഡ് ചോദിച്ചിട്ടുണ്ട്, ആ വൈറ്റ് ബോർഡിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ, വേറെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് പോലെയാണെങ്കിൽ വളരെ രൂപങ്ങൾ കാണിച്ച്, ജിയോമെട്രിയോ ഇവരെയൊക്കെ പഠിപ്പിക്കുന്നത് ഓരോ കോണോ ഇതിനുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കണ്ട്, സോഷ്യൽ സ്റ്റഡി പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ മോഹൻജദാരോ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ ആ ചിത്രം അങ്ങോട്ട് കാണിച്ച്, കാരണം കേൾക്കുക മാത്രമല്ല കാരണം. ആ ചൈനീസ് പഴമൊഴി പറയുന്നത് 60% നമ്മുടെ നിലനിൽക്കും. 60%. ഈ NCERTയുടെ പാഠപുസ്തകങ്ങളൊക്കെ അങ്ങനെ രൂപീകരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഹേർഡ്, ഐ സോ. ടീച്ചേഴ്സ് ഉണ്ടോ ഇവിടെ? എൻ്റെ ഭാര്യ പറയണ്ട, ടീച്ചറാ വേണ്ട. ഐ ഹേർഡ് ആൻഡ് ഐ സോ, ദെൻ ഐ ഡിഡ്. ഞാൻ ചില കാര്യങ്ങൾ ചെയ്തു. ഇതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ നേരെ ലബോറട്ടറി കൊണ്ടുപോകും. ഫിസിക്സ് ലബോറട്ടറി അല്ലെങ്കിൽ ബയോളജി ലബോറട്ടറി ഒക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ ചില കാര്യങ്ങൾ കാണിച്ചു തരും. അപ്പോൾ അത് പറയുന്നത് 90% നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും, നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും. ഇവിടെ ഞാൻ അതൊന്നും ഉപയോഗിക്കുന്നെങ്കിലും അതിൽ നിന്ന് രൂപീകരിച്ചതായ മെത്തേഡാണ് TDD. ടീച്ച്, ഡെമോൺസ്ട്രേറ്റ്. ഇവിടെ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പോണൊന്നുമില്ല, രീതിയൊക്കെ കാണിക്കണം ഇവിടുത്തെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വേറെ പിക്ചർ. പക്ഷേ മൂന്നാമത്തെ കാര്യം ഡു ഇറ്റ്. ഞാനിവിടെ എക്സസൈസ് ചെയ്യുന്നത്, ഞാനിവിടെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ട്, എല്ലാവരും നോട്ട്ബുക്ക് ഉള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് എഴുതണം. ഞാൻ പറയുന്ന നോട്ട് എഴുതണം. മാത്രമല്ല, ഇവിടെ അസൈൻമെന്റ്സ് തരുന്നുണ്ടല്ലോ, നോട്ട്സ് തരാം. മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്.
പക്ഷെ അവിടെ നിന്ന് വെറുതെ ഈ നോട്ട്സ് ആണെങ്കിൽ മലയാള മനോരമ പത്രം വായിച്ചു പോകുന്നവർ വായിച്ചു ഒക്കത്തില്ല. ഈ ബൈബിൾ സ്റ്റഡി ദൈവനം പഠിക്കണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഒന്നുമില്ല കേട്ടോ. ഷോർട്ട് കട്ട് ഒന്നുമില്ല. ഇന്നോവേറ്റീവായിട്ട് വായിക്കണം. അപ്പം ഞാൻ പറയാം, ഇവിടെ ചില റെഫറൻസസ് ഒക്കെ പറയാം. ഞാൻ ആ റെഫറൻസസ് എല്ലാം ഒന്നും ഇവിടെ എല്ലായിടത്തും വായിക്കത്തില്ല. നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയമെടുത്ത് ബരോബക്കാര് ചെയ്തതുപോലെ, ബരോബക്കാരുടെ കാര്യം അറിയാമല്ലോ, അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചു ആ വാക്യങ്ങളുടെ ഘടന, വാക്യങ്ങളുടെ രീതി എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. There is no shortcut. പഠിക്കാതെ വളരാൻ ഒക്കത്തില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മെത്തേഡിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എല്ലാം എഴുതണം. വീട്ടിൽ പോയിട്ട് ആ നോട്ട്സ് ഓരോ വാക്യങ്ങളും വെച്ച് ബന്ധപ്പെടുത്തി നിങ്ങൾ വായിക്കണം. കേവലം കേട്ടിട്ട് അങ്ങ് പോയാൽ 10% പോലും തല നിൽക്കത്തില്ല. ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. എൻ്റെ നോട്ട്സ് മലയാളത്തിൽ നോട്ട്സ് കിട്ടും. ചർച്ച് ഓർ അസംബ്ലി. നമ്മള് സഭയെ സാധാരണ ചർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അത് വളരെ വിശാലമായ രീതിയിലാണെങ്കിൽ ഉപയോഗിച്ചു പോയി. എന്നാ വചനം എന്ത് പറയും? വേറൊന്നുമില്ലേ? വചനം എന്ത് പറയും? ചർച്ച് ഓ അസംബ്ലി. ഇംഗ്ലീഷിലാണ് അതിന്റെ മലയാളം. അറിയാലോ, മനസ്സിലായി കാണുമല്ലോ. ചർച്ച് ഓർ അസംബ്ലി എന്നുള്ളത്. ചില സഭകൾ അസംബ്ലി എന്ന് ഉപയോഗിക്കുന്നുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല സഭകൾ അസംബ്ലി എന്ന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ വചന ബേസ് എന്താണ്? നമ്മൾ നേരെ 1-ാം നൂറ്റാണ്ടോട്ട് പോവുകയാണ്. അവിടെ അന്നല്ലോ ഇത് തുടങ്ങിയത്. സഭാതത്വശാസ്ത്രം തുടങ്ങുന്നത് ഏത് നൂറ്റാണ്ടിലാ? 1-ാം നൂറ്റാണ്ട്. പഴയ ദിനത്തിലാണെങ്കിൽ സഭ ഒരു മിസ്റ്ററി ആയിരുന്നു, ഗുപ്തമായിട്ടായിരുന്നു. അത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കർത്താവ് തന്നെയാണ്. അതിന് കാരണം അവിടെ പറയാൻ പോവുകയാണ്. ചർച്ച് എന്നുള്ള വാക്ക് വന്നത്, ഇംഗ്ലീഷിൽ ചർച്ച് എന്നുള്ള വാക്ക് ലഭിച്ചിരിക്കുന്നത് കുരിയാക്കോൺ എന്നുള്ളതായ ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. കുരിയാക്കോൺ ഈ വാക്ക് വന്നിരിക്കുന്നത്, അതിന്റെ അർത്ഥം ദാറ്റ് വിച്ച് ബിലോങ് ടു ദ ലോർഡ്സ് ഹൗസ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഓണർഷിപ്പുള്ള, ദൈവത്തിന്റെ ഇതെങ്ങനെ അറിയാമോ? അന്ന് ഈ സഭാ മന്ദിരങ്ങൾ ഉണ്ടായിരുന്നു. ഈ സഭാ മന്ദിരങ്ങൾ നോക്കിയ ശേഷം ഇത് ദൈവത്തിന്റെയാണ് പറയും. എന്ത് പറയും? ദൈവത്തിന്റെ എന്ന് പറയും. അതിൽ നിന്നാണ് ഈ വാക്ക് വന്ന ശേഷമാണെങ്കിൽ ഈ കുര്യാക്കോ എന്നുള്ള വാക്ക് ജർമ്മൻ ലാംഗ്വേജ്, ജർമ്മൻ ഭാഷയിലോട്ട്, യൂറോപ്പിലായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ സുവിശേഷം വ്യാപിക്കുകയും സഭ, പ്രത്യേകിച്ച് മധ്യകാലങ്ങളൊക്കെ, ക്രിക്കെ എന്നുള്ള വാക്കിലേക്ക് ഇത് കടന്നു. ക്രിക്കെ എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെയാണ്. ഇപ്പൊ ഒരു ഇതര മതക്കാരായ ആരെങ്കിലും ഇതിലെ പോകുമ്പോഴാണെങ്കിൽ അവർ ഇതെന്താ, അത് ദൈവത്തിന്റെ വഴി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറഞ്ഞൊരു സാധാരണ ഭാഷപ്രയോഗം. ആ വാക്ക് ആംഗ്ലോ സാക്സൺസ്. അപ്പൊ ആംഗ്ലോ സാക്സന്റെ കൈ കിട്ടിയപ്പോ അറിയാമോ? അത് ക്രിക്കെ എന്നുള്ള വാക്കിലേക്ക് പോകുന്നത്. അതിൽ നിന്നാണ് ഈ ചർച്ച് എന്നുള്ള വാക്ക് വന്നത്. ഈ ചർച്ച് എന്നുള്ള വാക്ക് ഇതിൽ നിന്നാണ് ഉത്ഭവം. അതിന്റെ ആദ്യ രൂപം എന്ന് പറഞ്ഞാൽ ബിലോങ് ടു ഗോഡ്, ഒരു സാധാരണ വിളിപ്പേരായിട്ട് അത് മാറിയിട്ടുണ്ടായി. മനസ്സിലായോ? എന്നാൽ ആരാണ് ആദ്യമായിട്ട് സഭയെ കുറിച്ച് പറഞ്ഞത്? കർത്താവ്. സംശയമില്ലല്ലോ, യാതൊരു സംശയമില്ല. ഇസ്രയേൽ സഭ എന്നൊക്കെ വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ സഭയെ കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഞാനെന്ന് ഉദാഹരണം പറയാം. എന്റെ ഭാര്യ ആകാൻ പോകുന്നവൾ ആരാണെന്നുള്ളത്, എന്റെ മണവാട്ടി ആരാണെന്നുള്ളത് ആധികാരികമായിട്ട് പറയാനുള്ള അധികാരം ആർക്കുണ്ടായിരുന്നേ? ആർക്കാ? ഈ കേസിൽ ഞാൻ അവിടെ പറയാ, ഇവിടെ പറയാ, രാജൻ തോമസ് അവിടെ പറയാ, അവർക്ക് പോലെ അധികാരി ഉണ്ടോ അതിനകത്ത്? ഉണ്ടോ? നിങ്ങളുടെ കാര്യം ശരിയാണ് അല്ലേ പാസ്റ്റർ? അല്ലേ? ശരിയല്ലേ? ഞാൻ പറയുമ്പോഴാണ് അത് ആധികാരികത വർദ്ധിക്കുന്നത്. കർത്താവ് തമ്പുരാന് മാത്രമാണെന്ന് പറയാനുള്ള അധികാരം തന്റെ മണവാട്ടിയെ കുറിച്ച്. കാരണം എന്താ പറഞ്ഞു? അതാണ് കേട്ടോ, അതാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലാണെങ്കിൽ സഭാതത്വശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം.
മൂന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് പോകുമ്പോഴാണെങ്കിൽ എഫെസോസിലോട്ട് പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് മിലാത്തോസിലോട്ടാണെങ്കിൽ എഫെസോസ് സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. മൂപ്പന്മാർ എന്ന് പറഞ്ഞാൽ സഭാ മുഖ്യന്മാർ എന്നാണ് പുതിയ ട്രാൻസ്ലേഷൻ. വിളിച്ചു വരുത്തി, എല്ലാരെയും വിളിച്ചു വരുത്തിയില്ല, മൂപ്പന്മാരെയും മാത്രം വിളിച്ചു വരുത്തി. ദാറ്റ് മീൻസ് the elders represent the church. വിളിച്ചു വരുത്തിയ ശേഷം അവരോട് പറഞ്ഞൊരു വായമുണ്ട്. എന്താണ് പറഞ്ഞത്? നിങ്ങളെ എന്തായി? നിങ്ങളെ ബിഷപ്പ്മാരായിട്ട് അല്ലെങ്കിൽ മൂപ്പന്മാരായിട്ട് ഇടയന്മാരായിട്ട് ആക്കി വെച്ചിരിക്കുന്നു. ആരെയാണ്? സ്വന്തം രക്തത്താൽ. അതാണ് ഇത് വില. ആ വില കൊടുത്ത സ്വന്തം രക്തം കൊടുത്ത് സമ്പാദിച്ചതായ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല. ഏതെങ്കിലും ഗുരുവിന്റെയോ ഏതെങ്കിലും സ്വാമിയരുടെയോ ഏതെങ്കിലും വീരപുരുഷന്മാരുടെ രക്തമല്ല. നിഷ്കളങ്ക രക്തം. ഇത് വേറെ ആർക്കും ഉണ്ടോ? വേറെ ഗുരുക്കന്മാർക്കോ വേറെ ഉണ്ടോ? നിഷ്കളങ്ക രക്തം സ്വയം കൊടുത്ത് സമ്പാദിച്ചതായ പൗലോസ് എഴുതിയിരിക്കുകയാണ്, അവിടെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമുള്ള അധികാരം. അതുകൊണ്ട് കർത്താവാണെങ്കിൽ അന്ന് നമ്മുടെ ഗിരിലക്കടലിന്റെ വടക്ക് ഭാഗത്ത് ഗോലാൻ ഹൈറ്റ്സിന്റെ താഴെയായിട്ട് ഇതൊക്കെ അവിടെ പോയാൽ നമുക്ക് മനസ്സിലാകും. അവിടെ ഒരു കൈസരിയുണ്ട്, വേറൊരു കൈസരിയുണ്ട്. നമ്മൾ ഇവിടുന്ന് ഏതാണ്ട് കൊല്ലത്ത് പോകുന്ന പോലെ, യെരുശലേമിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന പോലെ കൈസരി, നമുക്കറിയാമല്ലോ, സിസേറിയ. അവിടെയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ 2 വർഷം പിന്നെ കാരാഗ്രഹത്തിൽ കിടന്നത്. അപ്പോഴ് മറ്റേ കൈസരിയിൽ ചെന്നപ്പം ഞാൻ എൻ്റെ ചില ചരിത്രപരവും ജോഗ്രഫിക്കായിട്ടുള്ള പശ്ചാത്തലം കൂടെ പറഞ്ഞു പോകുന്നതിന് അർത്ഥമുണ്ട്. അവിടെ ഒരു വലിയ ഒരു മലയുടെ താഴ്വരയായിട്ട് വലിയ ഗുഹയുണ്ട്. ഇപ്പൊ ചെന്നാലും കാണാതെ കേട്ടോ, ഒരു ഗുഹ. ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്തു നിന്നും ഇരച്ചു പാഞ്ഞു വരുന്നതായ ആ മഴ ഇപ്പോഴും ഇതുണ്ട് കേട്ടോ. മഴ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ വന്നിട്ട് ആ ഗുഹയിലോട്ടങ്ങ് പോവുകയാണ്, അകത്തോട്ട് പോവുകയാണ്. ആ സ്ഥലത്തിനെ തദ്ദേശീയരായ അവർ അന്ന് ഈ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴാണല്ലോ അവർ പേര് വിളിക്കുന്നത്. അതിന് പേര് വിളിച്ചു, ആ സ്ഥലത്തിന് പേര് വിളിച്ചു എന്നറിയാമോ? പാതാള ഗോപുരം. എന്താണ്? പാതാള ഗോപുരം, ഗേറ്റ് ഓഫ് ഹെൽ. ശ്രദ്ധിച്ചോണേ, ജോഗ്രഫിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഉള്ളതാണ് കേട്ടോ. പാതാള ഗോപുരം, അതിന്റെ അർത്ഥം ഇതിനകത്ത് എന്ത് വീണ് കഴിഞ്ഞാൽ പോയി, നരകത്തിലോട്ട് പോയി, പാതാളത്തിലോട്ട് പോയി എന്നുള്ള അർത്ഥം. പാതാളം, ആഴമായത് പോയി, നത്തിങ് എൽസ്. അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ ആരെന്നെ കുറിച്ച്? അതൊക്കെ അറിയാമല്ലോ. മത്തായി 16 അവിടെ നിന്നുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ കുറിച്ച് ആദ്യമായ പ്രസ്താവന നടത്തിയത്. എന്താണ് പറഞ്ഞോളൂ? അതിന് തൊട്ട് മുമ്പ് എന്തുവാ? ഈ പാറമേലാണ് ഞാൻ എന്റെ സഭ. നീ പെട്രോസ് പാറക്കഷ്ണമാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. എഴുതി വെച്ചോളൂ. ആ ഒരു പ്രസ്താവന എഫേസ് ലേഖനം 2:20 കൂടെ ചേർത്ത് വീട്ടിൽ പോയി വായിച്ചോളൂ. അവിടെ ഞാൻ എന്റെ സഭയെ പണി. വേണ്ട, പാതാള ഗോപുരങ്ങളെ. ഇതിന് മുമ്പിൽ എന്താ പറഞ്ഞത്? ഏത് പാതാള ഗോപുരങ്ങളാ? സാത്താൻ സഭയ്ക്കെതിരായിട്ട് സഭാചരിത്രത്തിൽ പാതാള ഗോപുരങ്ങളെ സൃഷ്ടിച്ചു. കേട്ടോണേ, ആദ്യം യഹൂദന്മാര് തന്നെ, റോമാക്കാര്, അവരുടെ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ റോമൻ കത്തോലിക്ക ചർച്ച് യഥാർത്ഥ സഭയുമായിട്ടുള്ളതായ ഇതിൽ നിന്ന് വിട്ടുപോയി. അതിനോട് ചേർന്ന് ഇസ്ലാം ഇങ്ങനെ പോകുന്നു. പാതാള ഗോപുരങ്ങൾ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പ്രസംഗിച്ചു പോകും. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു പാതാള ഗോപുരങ്ങളും നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വിഷമമാണ്. പാവം പിടിച്ച ഭാഷ ഒരു പാതാള ഗോപുരം നിൽക്കത്തില്ല കേട്ടോ.
ഒറ്റ പാതാളപൂരം സഭയെ അവിടെ പറഞ്ഞിരിക്കുന്നത് പാതാളപൂരത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഈ പാതാളപൂരങ്ങൾ കാണാൻ ചരിത്രത്തിൽ വരാത്ത പാതാളപൂരങ്ങൾ സഭയ്ക്ക് നിൽക്കത്തില്ല. ഇതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. നമ്മള് എന്തിനാണെന്നറിയാമോ ഈ ഗ്രീക്ക് ഗ്രാമറൊക്കെ പഠിക്കുന്നത്, എബ്രായ ഗ്രാമർ. ഇവിടെ നമ്മള് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നുള്ള വാക്ക് ഏത് കാലത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഫ്യൂച്ചർ. ഫ്യൂച്ചർ. കാരണം എന്താ? കർത്താവ് ആദ്യം പറഞ്ഞേ ഉള്ളൂ, പെന്തക്കോസ്തിലാണ് സഭ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, നമ്മളെ സംബന്ധിച്ചോളം അത് ഭാവി കാലം മാത്രമാണ്. എന്നാൽ ഗ്രീക്കിലത് ഗ്രീക്കിൽ ഉള്ള ഗ്രാമർ എന്ന് പറയുന്നത് ഭാവി പരിവർത്തന കാലം എന്നുവെച്ചാല് പ്രസന്റ് ആക്റ്റീവ് ടെൻസ് അല്ല, ഫ്യൂച്ചർ ആക്റ്റീവ് ടെൻസ്. അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഭയെ പണിതുകൊണ്ടേയിരിക്കും. വ്യത്യാസമുണ്ടോ? പണിയുന്നുള്ളത് പണിതുകൊണ്ട് ഫ്യൂച്ചർ ആക്റ്റീവ് ടെൻസിലാണ്. നിങ്ങളെല്ലാം ഗ്രീക്ക് ഉപയോഗിക്കുന്നത് എടുത്ത് നോക്കിയോളൂ. ഗ്രീക്ക് ബൈബിളിന്റെ ഇന്റർലീനിയർ റൂട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഈ ഒരു അർത്ഥം വെച്ചിട്ട് അത് ഞാൻ അതിലേക്ക് പിന്നീട് ഒരു കാര്യം കൂടെ പിന്നീട് പറയാം. അവിടെയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സഭയെ, അവിടെ പറഞ്ഞിരിക്കുന്ന സഭ എന്നുള്ള വാക്കിന്, സഭ എന്നുള്ള വാക്കിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്ക് വാക്ക് ഞാൻ എൻ്റെ സഭയെ പണിയും. ഗ്രീക്ക് വാക്ക് എക്ലീസിയ എന്നുള്ള വാക്കാണ്. എക്ലീസിയ എന്നുള്ള വാക്കാണ്. അത് രണ്ട് വാക്കിന്റെ രൂപമാണ് ഗ്രീക്കില്. ഒന്ന് എക്, ഒന്ന് എക്. എക് എന്ന് പറഞ്ഞാൽ ഗ്രീക്കില് ഔട്ട് ഓഫ്, എന്താണ്? ഔട്ട് ഓഫ്, ഏതോ ഒന്നിൽ നിന്നും പുറപ്പെടുന്നത്, ഔട്ട് ഓഫ്. പിന്നെ ആ ക്ലീസിയ എന്നുള്ള വാക്കിന്റെ അതിന്റെ റൂട്ട് എന്ന് പറയുന്നത് കാരിയോ എന്നുള്ള വാക്കാണ്. കാരിയോ എന്നുള്ള വാക്കാണ്. ഗ്രീക്കൊക്കെ പഠിക്കാൻ പോകുന്നത് എഴുതി വെച്ചോളൂ. കാരിയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? കാരിയോ കോൾഡ് ഔട്ട്, ഏതോ ഒന്നിൽ നിന്നും വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. മറ്റ് പല നമുക്കറിയാം, മറ്റു പല പ്രസ്ഥാനങ്ങളും മറ്റു പല വിശ്വാസ പ്രമാണങ്ങളും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ള അർത്ഥമാണ്. ഞാൻ റിലേറ്റ് ചെയ്തു പോകാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 7 കൂട്ടം കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു പ്രസംഗം നടന്നു, വലിയ പ്രസംഗമായിരുന്നു. 6 പ്രസംഗമായിരുന്നു. അപ്പോസ്തലനായ പത്രോസ് ഒരു വലിയ പ്രസംഗം നടത്തി. ഇത് വാസ് എ ക്രിസ്റ്റോളിക് പ്രസംഗമായിരുന്നു. ക്രിസ്തു തന്നെയാണ് ദൈവം, അവന്റെ മരണം ഉയർത്തല്ലേ കേട്ടോ. ക്രിസ്റ്റോളിക് പ്രസംഗം. അത് കഴിഞ്ഞ ശേഷം അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? നമ്മളോട് അല്ല, യഹൂദന്മാരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് നമുക്ക് അവിടെ 7 കൂട്ടം കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇതറിയാമോ? ഒരു മാനസാന്തരത്തിൽ ഇത് ഇതിന്റെ ഭാഗം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. രണ്ടാമത് മാനസാന്തരപ്പെട്ട മാത്രം പോരാ, വിശ്വസിച്ചു. അതുകൊണ്ട് മാനസാന്തരം മതി പോരാ. ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ കയറിയിട്ട് വീണ്ടും ഭൂതങ്ങളൊന്നും കയറി. കർത്താവ് രൂപമേയും പറഞ്ഞിട്ടുണ്ട്. വിശ്വസിച്ചു. യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന് വിശ്വസിച്ചു. യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ വിശ്വസിച്ചു. എന്നാൽ ഈ ദൈവമൊക്കെ വിശ്വസിച്ചു. മൂന്നാമത്തെ കാര്യം ഞാൻ പിന്നെ പറയുന്നത് അല്ല, അത് കഴിഞ്ഞിട്ട് വിശ്വസിച്ചവർ എന്ത് ചെയ്തു? സ്നാനം ചെയ്തു. വളരെ ക്ലിയർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം എന്നറിയാമോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പിന്നെ എന്ത് ചെയ്തു? കൂട്ടായ്മ ആചരിച്ചു. നമ്മുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. പിന്നെ എന്ത് ചെയ്തു? അപ്പം മുറി നമ്മുടെ കുർബാന അല്ലെങ്കിൽ വൈകിക്കണം.
അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞു. ആദിമസഭ എങ്ങനെ പോയെന്നുള്ളതാണ്, അതിലേക്ക് നമ്മൾ വരും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ മലയാളത്തിലധികം കിട്ടാതെ, ഇംഗ്ലീഷിൽ പോലും കിട്ടാതെ ഒരു വാക്ക് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആഗ്യോ എന്നുള്ള ഗ്രീക്ക് വാക്ക്. അത് അവരിൽ നിന്ന് ഒരു ആരിൽ നിന്ന്? അന്നത്തെ പശ്ചാത്തലത്തിൽ യഹൂദ ഏറ്റവും ദുർബലപ്പെട്ട് ദുഷിച്ചതായ ആ യഹൂദ ആ പാരമ്പര്യത്തിൽ നിന്നും വഷളായ പാരമ്പര്യത്തിൽ വേർപെട്ടു. നോക്കണം, അവരെ വിളിച്ചു, വേർപെട്ടു. വേർപെട്ടു. ആഗ്യോ. വേർപെട്ട ശേഷം അവരെന്ത് ചെയ്തു? വേർപെട്ട ശേഷം അത് അപ്പോസ്തലന്മാരുടെ കൂടെ വേർപെട്ട് അവർ അപ്പോസ്തലന്മാരോട് വിളിച്ച് വേർതിരിക്കുന്നു. ചില സഭകൾ വേർപാട് സഭകൾ എന്നറിയപ്പെടുന്നത്, പ്രത്യേകിച്ച് പ്രധാന സഭകൾ, പെന്തിക്കോസ്ത് സഭകൾ വേർപെട്ട സഭ എന്നറിയപ്പെടുന്നത് നമ്മുടെ പിന്നെ വേറിട്ട സഭകളുണ്ട്. അപ്പോൾ അവിടെ ആ വേർപാടത്തിൽ അർത്ഥമുണ്ടെങ്കിലും അവിടെ ആ നിലയിൽ വിളിച്ചു വേദനിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്ത്? സഭ. അപ്പോൾ ആ നിലയിൽ വിളിച്ച് വേർപെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ അസംബ്ലി എന്നുള്ള വാക്കാണ്. വിളിച്ച് വേദനിക്കപ്പെട്ടവരുടെ കൂട്ടം, അതുകൊണ്ടാണ് അസംബ്ലി എന്നുള്ള വാക്ക്. ഇനിയും പറയാം, അപ്പൊ ചർച്ചാണോ അസംബ്ലിയാണോ? നമ്മളെ ചർച്ച എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്തുവാ? അസംബ്ലി. വേദനിക്കപ്പെട്ടവരുടെ അതാണ് യഥാർത്ഥം. പള്ളിമേടകളും പള്ളി ബിൽഡിങ്ങും ഒക്കെ ഉണ്ട് ചർച്ച എന്നൊക്കെ അറിയപ്പെട്ടു. പക്ഷെ യഥാർത്ഥ സഭ എന്ന് പറഞ്ഞാൽ വിളിച്ച് വേദനിക്കപ്പെട്ടവരുടെ കൂട്ടം. അത് ഞാൻ ഒന്നുകൂടെ പിന്നീട് കുറച്ചുകൂടെ ഇതായിട്ട് വരും. പിന്നെ ഈ എക്ലീസിയ എന്നുള്ള വാക്ക് അത് വന്നിരിക്കുന്നത്, നമ്മൾ ഗ്രീക്ക് പഠിക്കുമ്പോൾ, ഗ്രീക്ക് ഹീബ്രു പഠിക്കുമ്പോൾ ഓരോ വാക്കുകളുടെ ആരംഭം. അപ്പോൾ ഈ വാക്ക് എവിടുന്നാണ് ഉത്ഭവിച്ചത്? ഈ അസംബ്ലി എന്നുള്ള വാക്ക് എവിടുന്നാണ്? അതും മനസ്സിലാക്കണം. അത് ഗ്രീസിലാണ് ഉത്ഭവിച്ചത്. പ്രത്യേകിച്ച് ഗ്രീക്കിലായിരുന്നല്ലോ ഈ സുവിശേഷങ്ങളും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ എഴുതിയത്, പുതിയ എഴുതിയത്. അപ്പം അവിടെ അന്ന് ഗ്രീക്കിൽ തുടങ്ങിയപ്പോൾ അത് ഇവിടെ നിന്ന് അറിയാമോ? ഏതാണ്ട് BC 500-400 തൊട്ട് അവിടെ ഡെമോക്രസിയിലേക്ക് ആരംഭിച്ചു. ഡെമോക്രസി വേറെ ഇതാണ് അവിടെ. അങ്ങനെ നേരത്തെ രാജാക്കന്മാരും ഒരു മൊണാർക്കോ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ സിറ്റികളിലും അല്ലെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറയും. ഓരോ ഗ്രീക്ക് സിറ്റി, നിങ്ങളെ ചരിത്രം പഠിച്ച് നമുക്ക് അറിയാം, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. ഓരോ ഗ്രീക്ക് സിറ്റീസിനുമാണെങ്കിൽ അവിടെയാണെങ്കിൽ അതിന്റെ ഭരണത്തിനു വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ടതായ അല്ലെങ്കിൽ ഇലക്ട് ചെയ്യപ്പെട്ടതായ ഒരു കൂട്ടം ആൾക്കാർ കൂടി വന്നു. അവർ തന്നെ കൂടി വന്നു. അവർ തന്നെയാണ് കൂടി. അങ്ങനെയാണ് ഡെമോക്രസിയിലാണ്. ഡെമോക്രസി നമ്മളെ തലയിരിക്കരുത്. നമ്മുടെ സഭകളിലും വലിയ പ്രശ്നമാണ് ഡെമോക്രസി. അത് സഭയുടെ നേതൃത്വം പെടുത്തിക്കും ഞാൻ പറയാം. അവര് കൂടി വന്നു. കാരണം അവരെ വിളിച്ചു, അവരെ ഫോളോ ഔട്ട് ചെയ്തു. അന്നത്തെ പ്രൊസീജിയർ എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, നമ്മുടെ ഇപ്പൊ രാഹുൽ ഗാന്ധി നടക്കുന്നതായ വോട്ടിന്റെ വല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവരുടെ എല്ലാം കൊണ്ടുള്ള കൂടിവരവ് യാതയാണ്. അതാണ് എക്ലീസിയയുടെ ആദിമ രൂപം. അവിടെ എന്താണ്? കൂടിവരവ്, അസംബ്ലി എന്നുള്ള വാക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് എക്ലീസിയ എന്നുള്ള വാക്ക് 115 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര മണിയാണ്? ഉറങ്ങുന്ന ഒരു ഉത്തരം പറഞ്ഞോളൂ. ആരെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് ഉറങ്ങാൻ നല്ല സുഖമാണ് അല്ലേ? 115 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ വിളിച്ച് വേദനിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം നമ്മൾ 16:18 അവിടെ ഐ വിൽ ബി ബിൽഡിംഗ് മൈ ചർച്ച് ഒരു ക്രിയയാണ്. അത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ആക്റ്റീവ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ ഭാവി പരിവർത്തന കാലഘട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പിന്നീട് വരുമ്പോൾ തന്നെ ഉപയോഗിച്ചപ്പോൾ അത് മത്തായിയുടെ സുവിശേഷം 16:18 അവിടെ ഒരു യൂണിവേഴ്സൽ ആസ്പെക്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്.
ഒരു സാർവത്രിക ആസ്പെക്ട്. എവിടൊക്കെ വിളിച്ചു വേദനിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ സാർവലോകീയ അർത്ഥം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്താലാണ് സഭയുടെ ഉത്ഭവം. ഈ സഭയുടെ അവസാന ദിവസം എവിടാണ്? കർത്താവിന്റെ സഭയെടുക്കുന്നത്. അതെവിടെയാണ്? ഉൾപ്രാവണത്തിൽ. അതുവരെയുള്ളതായ എല്ലാ വിശ്വാസികളും ഒരുപക്ഷെ ഇന്നത്തെ കാലങ്ങളിൽ പല സഭാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ടായിരുന്നേക്കാം. പക്ഷെ അവർ രക്ഷിക്കപ്പെട്ടവരാണോ? കർത്താവ് വിളിച്ച് വിശുദ്ധ ദൈവമക്കളാണോ? അല്ലെങ്കിൽ വീണ്ടും ജനിച്ചവരാണ്? അവര് ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളാണ്. അതിന്റെ അതൊരർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ആ വാക്ക്, എക്ലീസിയ എന്നുള്ള വാക്ക്. രണ്ടാമത് പിന്നീട് അതിനെ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ. ഈ പൗലോസ് അപ്പോസ്തലൻ ഒരു പൗലോസിനെ പോലാണെങ്കിൽ ഈ ടൈം മാസികയ്ക്കകത്തൊക്കെയാണെങ്കിൽ, ടൈം മാസിക അല്ലെങ്കിൽ വലിയ മാസിക, ഇന്റർനാഷണൽ മാസികയ്ക്കകത്ത് എല്ലാ ഡിസംബർ ആകുമ്പോഴാണെങ്കിൽ ഹയർ ക്രിറ്റിക്സ്, അമിതകൃത്യപ്പുകാർ ഒരു ലേഖനം വളരെ ഇതായിട്ട് ആ ഒരു വിഷയം അതിനു വേണ്ടി തന്നെയാണ്. ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ടാവും. ഓരോ ബൈബിളിക വിഷയങ്ങളെ അവർ സ്ഥാപിക്കുന്നത് അമിതകൃത്യക്കാർ, ലിബറൽ തിയോളജിക്കാർ. അവർ പറയുന്നത് ഈ കർത്താവ് ഈ സഭയെക്കുറിച്ചൊന്നും അധികമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതിനൊക്കെ വിപുലമാക്കി അങ്ങ് വ്യാപിപ്പിച്ചത് അങ്ങേറെ പണിയാണ്, നിറയാണ് പൗലോസിന്റെ. അപ്പൊ ഏറ്റവും കൂടുതൽ സഭാതത്വശാസ്ത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആരാണ്? പൗലോസിനാണ്. അത് വെളിപ്പാടുകളുടെ ആധിക്യം, കർത്താവ് വെളിപ്പെടുത്തിയ കാര്യം കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത്. ഞാൻ ഇവിടെ പറഞ്ഞ ശബ്ദം ഉണ്ടല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ ചെറിയ ശബ്ദമാണ്, എന്നാൽ ഇത് വെക്കുമ്പോൾ ഒരു ആംപ്ലിഫിക്കേഷൻ ഉണ്ടാവും. അത് വിശകലനം ചെയ്ത് വിശദീകരിച്ച് പറഞ്ഞത് പഠിപ്പിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. ഈ പൗലോസ് ആ കാര്യത്തെ പറയുമ്പോൾ, ഈ യൂണിവേഴ്സൽ ഉള്ള ആസ്പെക്ട് പറയുമ്പോൾ ഒരു ശരീരമായിട്ട് സഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരു ശരീരമായിട്ട്, അറിയാമല്ലോ, ക്രിസ്തുവിന്റെ ശരീരം. അതവിടെ പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം 1:22, 5:23. സഭ എന്ന ശരീരം. ഇപ്പൊ സഭയുടെ തലയാരാ? കൊലോസിന്റെ പറഞ്ഞു, എഫേസ്യന്റെ പറഞ്ഞു. കൊലോസിനാണെങ്കിൽ തലയുടെ ശരീരം ആരാ? തലയായ ക്രിസ്തുവിന്റെ ശരീരം ആരാ? സഭ. എഫേസ്യനെ വരുമ്പം ശരീരമാകുന്നത് സഭയുടെ തല ക്രിസ്തു. അതാണ് ഈ രണ്ട് ലേഖനങ്ങളിലാണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫേസ്യന്റെ 1:22, 5:23 വായിക്കുമ്പോൾ അവിടെ അപ്പം ഒരു ഈ ശരീരം പിന്നീട് പറയുന്നതായിരിക്കും. ഈ ശരീരം എന്നുള്ളതായ മെറ്റഫോറിക്കൽ യൂസേജാണ്. അതൊക്കെ രൂപകാലങ്കാര ഭാഷ. മലയാളം പഠിക്കുമ്പോൾ രൂപകാലങ്കാരം പഠിച്ചിട്ടുണ്ട്. ഒരു മെറ്റഫോറിക് ലാംഗ്വേജിലാണ് ഉപമാനങ്ങൾ സഭയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് ശരീരം എന്നുള്ളത്. അതെന്നറിയാമോ? സഭാ വിശ്വാസികൾ തമ്മിൽ, പ്രത്യേകിച്ച് ഒരു പ്രാദേശിക സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ളതായ ഇന്റർ ഡിപ്പെൻഡൻസ്, അന്യോന്യ ബന്ധത്തെ കാണിക്കുന്നതാണ്. ഞാനിവിടെ സംസാരിക്കുന്നു, ഞാൻ ഈ കൈ ഉയർത്തണമെങ്കിൽ എന്റെ ബ്രെയിൻ പറയണം, അല്ലേ? എന്റെ ശബ്ദം ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. ആൻഡ് നോബഡി ഈസ് ഇൻഡിപെൻഡന്റ്. ചിലർ പറയും ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആളാണ്, സ്വതന്ത്രമായിട്ട് കുറയുന്ന ആളാണ്, സ്വതന്ത്രമായിട്ട് ചെയ്യുന്ന ആളാണ്. എവിടെ? അത് സഭയുടെ ബന്ധത്തിൽ വരുന്നപ്പോഴത്തേ ആ സ്വാതന്ത്ര്യമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്യോന്യമുള്ള കൂട്ടായ്മ, ഞാൻ പറയാം, ദൈവത്തോടുള്ള കൂട്ടായ്മ, വിശ്വാസമുള്ളതായ കൂട്ടായ്മ. അപ്പോൾ ഒരു ബോഡിയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ പ്രായം എന്ന് പറഞ്ഞാല് ഇനിയും അതേ പദം തന്നെ ഒരു പ്രാദേശിക ഇതിന്റെ എല്ലാം പ്രായോഗിക ഞാൻ ചില കാര്യങ്ങൾ പറയും. ഒരു പ്രാദേശിക അർത്ഥത്തിൽ ഈ എക്ലീസിയ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. വിളിച്ച് വേദനിക്കപ്പെട്ടതായ ഒരു പ്രാദേശിക സ്ഥലത്തെ ദൈവമക്കൾ കൂടുന്നതായ സഭ കൂടിയവർ. ഒന്ന് യൂണിവേഴ്സൽ, രണ്ട് പ്രാദേശിക. ഈ സാർവത്രിക സഭയുടെ അംഗങ്ങളാകാതെ ആരെങ്കിലും പ്രാദേശിക സഭയുടെ അംഗങ്ങളായി തീരുമോ?
സാർവത്രിക സഭയുടെ അംഗങ്ങളാകാത്ത ആരെങ്കിലും പ്രാദേശിക സഭ അംഗങ്ങളായി തീരും? ഒരിക്കലുമില്ല. വരി കൊടുത്താലും മെമ്പർഷിപ്പ് എടുത്താലും ഒരു പള്ളി പണിത് കൊടുത്താലും ഒന്നും ആവത്തില്ല. രക്ഷിക്കപ്പെടണം, വീണ്ടും ജനിക്കണം, ദൈവസഭയുടെ ആകമാന സഭയുടെ അംഗങ്ങളായി തീരണം. അപ്പൊ പ്രാദേശിക സഭ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പ്രാദേശിക സഭ ഉപയോഗിച്ചിരിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എഫെസോസിലെ സഭ, കൊരിന്തിലെ സഭ, അല്ലേ, കൊലോസിയിലെ സഭ, അല്ലേ, ഓരോ സ്ഥലത്തിന്റെ നാമത്തിലാണ്. ശമരിയിലെ സഭകള് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റെഫറൻസസ് ഒക്കെ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. നോട്ട്സിലുണ്ട്, വായിച്ചൂടെ കേട്ടോ. അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒരു യൂണിവേഴ്സൽ അസംബ്ലി ആൻഡ് ലോക്കൽ അസംബ്ലി. കേരളത്തിലാണെങ്കിൽ ലോക്കൽ സഭ എന്നൊരു സഭ തന്നെയുണ്ട്. അത് ആ അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്ത് വന്നിരിക്കുന്നതായ ആ ദൈവമക്കളുടെ കൂടിവരവ് എന്നുള്ള കാര്യം, ലോക്കൽ അസംബ്ലീസ്. ഓക്കെ, വേണേ നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 9:31 വായിച്ചത്. 9:31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്രാദേശിക സഭയുടെ ഭാഗമായ ആ പ്രദേശങ്ങളുള്ളതായ സാർവത്രിക സഭയുടെ ഭാഗങ്ങളായി ഓരോ യഹൂദിയ ശമരിയ പ്രദേശങ്ങളുള്ളതായ സഭകൾ, പ്രാദേശിക സഭകൾ. രണ്ട് ആസ്പെക്റ്റും അവിടെ വന്നിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായാലും വല്ല സംശയമുണ്ടോ? ഇനി നമ്മൾ ഒരു കാര്യം ഓർക്കുന്നത്, ഈ ഒരു പ്രാദേശിക സഭയുടെ കാര്യം വരുന്ന സമയത്ത് ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുവനെ ദൈവമാണ് വിളിച്ചു വേർതിരിക്കുന്നത്. സംശയമുണ്ടോ? അത് ഒരു സാർവത്രിക സഭയുടെ അംഗമായി തീരണമെങ്കിൽ ദൈവം വിളിച്ചു വേർതിരിക്കണം. പക്ഷേ ഒരു പ്രാദേശിക സഭയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് അത് നമ്മുടെ ഒരു വോളണ്ടിയർ ആക്ഷനാണ്. അതുണ്ടായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:41 വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:41. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും. ഈ വാക്ക് മതി. 3000-ഓളം പേർ ആരോട് ചേർന്നു? ചോദ്യങ്ങൾ ചോദിക്കുകയും തെറ്റരുത്. അപ്പോസ്തലന്മാരോട് ചേർന്നു. സഭയോട് ചേർന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല. പിന്നെ എവിടെ നിന്നായി സഭയോട് ചേർന്നുള്ള ആശയം വരുന്നത്? ഈ അപ്പോസ്തലന്മാരാരാണ്? അംഗങ്ങളാണ്. അതിനാണ് എഫേസ്യർ 2:20 സഭാതത്വ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ ക്രിസ്തുവേശുവിനെ തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ, അവരുടെ ഉപദേശത്തിന്മേലാണ്. മൂലക്കല്ലേ, അത് വിശദീകരിക്കണമെങ്കിൽ ഒരു പ്രസംഗമുണ്ട് കേട്ടോ, ഞാൻ എടുക്കുന്നില്ല. മൂലക്കല്ല് അത് പണിയണമെങ്കിൽ അന്നത്തെ ബിൽഡിംഗ് പണി മനസ്സിലാക്കണം. ഇന്നത്തെ അല്ല, ഇന്നത്തെ ഈ മോഡേൺ ബിൽഡിംഗ് പണിയല്ല. അന്നത്തെ അടിസ്ഥാനം, അന്നത്തെ മൂലക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരു ഭാഗത്ത് പറഞ്ഞു നിർത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. പാറമേൽ പണിയുന്ന വീട് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഒരു വലിയ പാറ കാണും. ആ പാറയെ നിലനിർത്തിക്കൊണ്ട് ആ പാറയോട് ചേർന്നിട്ടാണ് ഈ അടിസ്ഥാന കല്ലുകൾ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയ ശേഷം അതിന് മേലോട്ട് പണി. അപ്പൊ ഒരു മൂലയിലും വരുമ്പം അപ്പൊ കോർണർസ്റ്റോൺ കാണത്തില്ലേ? കോർണർസ്റ്റോൺ എന്നാണ് പറയുന്നത്, മൂലക്കല്ല്. അവിടെ ഗ്രീക്ക് വീട്ടിലിരിക്കുന്നത് ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കും എന്ന് പറഞ്ഞത് ചീഫ് കോർണർസ്റ്റോൺ എന്നുള്ള വാക്കാണ്. അതിൽ നിന്നുമാണ് ഈ പണി തുടങ്ങുന്നത്, അതിനോട് ചേർന്ന്. അപ്പൊ ക്രിസ്തുവേശു ഐ വിൽ ബിൽഡ് മൈ ചർച്ച് എന്ന് പറഞ്ഞു.
പിന്നീട് അപ്പോസ്തലന്മാര് അതിന്റെ അടിസ്ഥാന ഉപദേശങ്ങള് സ്ഥാപിച്ച് പൂർണ്ണമാക്കി സഭയ്ക്ക്. അപ്പോൾ ഇവിടെ ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരെന്ന് പറഞ്ഞാല് അന്ന് പ്രവചനപരം ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാർ തന്നെ പ്രവാചകന്മാരായിരുന്നു. അപ്പോസ്തലേതരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അത് കൃപാവരങ്ങൾ പഠിപ്പിക്കുമെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് ഈ അപ്പോസ്തലന്മാരുടെ കൂടെ അവരോട് ചേർന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശൗര്യല്ലേ പറഞ്ഞോളൂ, വായിച്ചോളൂ. അവരോട് ചേർന്ന് ആരാ? ഈ പറഞ്ഞ് വിശ്വസിച്ച് ധ്യാനപ്പെട്ട് ഞാൻ മുമ്പേ പറഞ്ഞ വേർപെട്ട് അതും മറക്കണേ, വേർപാടുണ്ട് അതിനകത്ത്. ഞാൻ പണ്ടുപോലെയൊക്കെ ജീവിക്കും, പണ്ടേ രീതിയിലൊക്കെ ജീവിക്കും എന്ന് പറഞ്ഞാൽ വേർപാട് വേണം, വിശുദ്ധി. വേർപാടെന്നുള്ള ഹാഗ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശുദ്ധിയാണ്. പഴയ നിയമത്തിൽ വേർപാടിന് വിശുദ്ധി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോട് ചേർന്നോടെ? അപ്പോസ്തലന്മാരോട് നോക്കണം. ഇവിടെ ആരും ഈ അപ്പോസ്തലന്മാർ ആരാരും മുമ്പേ പറഞ്ഞ പോലെ അടിസ്ഥാന കല്ലുകളായി. അപ്പൊ എന്തിനോട് ചേർന്നു? സഭയോട് ചേർന്നു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവർ വിവിധ ഭാഗങ്ങളോട് പോയി, ഈ 3000 പേര്. അങ്ങനെയാണ് കൊളോസിയരും ഒരു പറഞ്ഞ റോമില്, കൊളോസിയയില്, പിന്നെ അറേബ്യൻ, സൗദി അറേബ്യയിൽ ആരായിരുന്നു? അവിടെ അന്ന് പെന്തക്കോസ്താളി വന്നതായ അറബികളുണ്ടല്ലോ, അറബി യഹൂദന്മാര്. സൗദി ഒരു യഹൂദ കോളനി ഉണ്ടായിരുന്നു. ഇപ്പോഴും യൂദ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അന്നത്തെ യഹൂദ കോളനിയായിരുന്നു. പിന്നീടാണ് ഇസ്ലാം വന്നപ്പം അതിനെ അടിച്ചോടിച്ചിട്ടാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അറേബ്യയിലെ സഭ സ്ഥാപിച്ച അവിടെയാണ്. അവിടോട്ടാണ് പൗലോസ് ആണെങ്കിൽ ഒരു കുറച്ച് വർഷത്തേക്ക് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ചില കാര്യങ്ങളുടെ എക്സ്ട്രാ പറയുന്നത് ക്ഷമിക്കണം. യഹൂദന്മാർ ബൗദ്ധ്യമായിട്ട് ഉയർന്നുകൊണ്ട് ഏതാണ്ട് BC നമ്മുടെ ഗ്രീക്ക് കാലം തൊട്ട്, അലക്സാണ്ടറിന്റെ കാലം തൊട്ടാണെങ്കിൽ ആ മധ്യപൂർവ്വ പ്രദേശങ്ങളിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ യഹൂദന്മാരാണെങ്കിൽ അന്നും ഇവിടെ ഉണ്ടായിരുന്നു. അവരുള്ളതായ യഹൂദന്മാരായിരുന്നു ഈ പെരുന്നാളിന് വരുന്നത്. യഹൂദന്മാരും യഹൂദ മതാനുസാരികളും അങ്ങനെ വന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. അതാണ് അറബികളുണ്ടാകുന്നത്. അവിടെ വായിച്ചു നോക്കിക്കൊള്ളു, 16 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 16 രാജ്യങ്ങൾ പെന്തക്കോസ്താലിൽ അറിയാമല്ലോ. അപ്പൊ ഏതായാലും ഞാനിവിടെ പറയുന്നത് ഈ അവിടെ അവരെന്ത് ചെയ്തു? ദൈവം അവരെ വിളിച്ചവരെ രക്ഷിക്കപ്പെട്ടു. പക്ഷെ അവരെന്ത് ചെയ്തു? വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടുകഴിഞ്ഞാൽ അവര് ഒരു പ്രാദേശിക സഭയോട് ചേരണം. അല്ലാതെ ഇൻഡിപെൻഡന്റ് അല്ല. ഞാൻ മാത്രം ആരാധിക്കും, ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ ആരാധിക്കത്തുള്ളൂ, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണോ, ഞങ്ങൾക്ക് വേറെ ആരോട് കണക്ക് ബോധിപ്പിക്കണ്ട എന്നുള്ളതുണ്ടെങ്കിൽ ശുദ്ധ അബദ്ധമാണ്. അത് വചനമല്ല. ഒന്ന്, യൂണിവേഴ്സൽ ചർച്ചിൽ ദൈവം വിളിച്ചു വേർതിരിച്ചു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാദേശിക സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കും പ്രായമായ കാര്യത്തിലേക്കും കാര്യമായ കാര്യത്തിലേക്ക് പോവുകയാണ്. മാണിസാർ പറഞ്ഞതായ ഒരു പ്രയോഗമുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് വളരുംതോറും ഇത് പലർക്കും ഒരു വിചാരമാണ്. ഇത് ശരിയാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ സഭയിൽ ഉണ്ടാ പ്രശ്നം? മത്തായിയുടെ സുവിശേഷം 16:18 ഫ്യൂച്ചർ ആക്റ്റീവ് ടെൻസില് ഭാവി പരിവർത്തന കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. അത് ആക്റ്റീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞപ്പോൾ ആക്റ്റീവ് വോയിസ് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ മലയാളം അല്ലേ. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കർത്തരിപ്പയം. ഞാൻ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ പത്രോസാവും, ഞാൻ എന്റെ സഭയെ ആധികാരി എന്നും കൊണ്ട് കേട്ടോ. കർത്താവ് ആസ്ഥാനൊന്നും കളഞ്ഞിട്ടില്ല. അത് പണിത് പറഞ്ഞു. അതൊരു മുമ്പേ പറഞ്ഞ പോലെ സാർവത്രിക സഭ ആശയത്തിനാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 18:20 വായിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ പദപ്രയോഗം കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ മലയാളത്തില് എല്ലാ ചില ഭാഷാ പ്രയോഗങ്ങളൊക്കെ അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും മതി. ഇവ KJV ബൈബിളിലുണ്ട്. KJV ബൈബിളുണ്ടല്ലോ, 1602 40 പണ്ഡിതന്മാരെ നിർത്തിയിട്ട് കിങ് ജെയിംസ് ആണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിനകത്ത് പോലും
ഒരു ഒരു ഇത് പറഞ്ഞ ഒരു എപ്പിസ്കോപ്പൽ ചായ ഒരു കളറുണ്ട്. ഉദാഹരണമായിട്ട് പാസ്കൽ എന്നുള്ള ഗ്രീക്ക് വാക്കാണ് പെസഹായ്ക്ക്. അപ്പോസ്തലൻ പറഞ്ഞ ഒരു ട്രാൻസ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു ഈസ്റ്ററാണ്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? ഇടയ്ക്ക് ചില ടിപ്സ് തരുന്നതാണ്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇഷ്ടാർ ദേവതയുടെ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഇഷ്ടാർ ദേവയുടെ ഫെസ്റ്റിവൽ. ഇഷ്ടാർ ദേവ സമരാമിസം അല്ലെങ്കിൽ നിമ്രോദ് രാജാവിന്റെ ഭാര്യയായിരുന്നു ഇഷ്ടാർ. അവിടെ ഓർമ്മയ്ക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്സവം അതെടുത്ത് കേൾക്കുകയാണെങ്കിൽ കാരണം ഈസ്റ്റർ, കാരണം അന്നത്തെ കത്തോലിക്ക ചർച്ചിൽ ഈസ്റ്റർ കർത്താവിന് ഉയർത്തത് ഈസ്റ്റർ, അത് പാസ് അവിടെ ഇരിക്കുന്ന വാക്കാണെങ്കിൽ ആ പെസഹ അല്ലെങ്കിൽ മരണമൊക്കെ പാസ്കൽ എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പൊ ഇതുപോലെ ട്രാൻസ്ലേഷൻ ഗ്രാമാറ്റിക്കലായിട്ടുള്ള ചില ഇതുണ്ട്. അപ്പോൾ ഇവിടെ കർത്തരിപ്രയോഗത്തിൽ കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിത് പറഞ്ഞ ശേഷം മത്തായിയുടെ സുവിശേഷം 18:20 പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. ഫോർ വേർ 2 or 3 are assembled. ഇംഗ്ലീഷിൽ നിന്ന് മനസ്സിലായോ ആ പിന്നെ പ്രയോഗം ഏത് പ്രയോഗമാണെന്ന്? കർത്തരി പ്രയോഗമാണോ കർമ്മരി പ്രയോഗമാണോ? കർമ്മണി പ്രയോഗമാണ്. പാസീവ് വോയിസ്, പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലെ പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. കർമ്മണി പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കില്. അത് അസംബിൾഡ്. ഞാനിത് എടുത്തിരിക്കുന്നത് നെറ്റ് ബൈബിളിൽ നിന്നാണ്. ഗ്രീക്കിൽ നിന്നുള്ള നേരിട്ട് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷാണ്. For where 2 or 3 are assembled in my name, I am among them. മലയാളം ഒന്നുകൂടെ വായിച്ച സൗകര്യം. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന്. ഈ കൂടി വരുന്നതൊക്കെ കർത്തരി പ്രയോഗത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, കൂട്ടി വരുന്നതൊക്കെ. എന്താണ് കൂട്ടി വരുന്നത്? ഒരാൾ കൂട്ടി വരുത്തണം. ഇത് കാണിക്കുന്നത് ആ വാക്യം കർത്താവ് ഒരു സാർവത്രിക സഭയുടെ കാര്യം 16 പറഞ്ഞെങ്കിൽ ഇവിടെ പ്രാദേശിക സഭയുടെ കാര്യം തന്നെത്താനും കൂടാനൊക്കത്തില്ല. ഒരു പ്രാദേശിക സഭയുടെ ഉത്ഭവം അത് കർത്താവ് കൂട്ടി വരുത്തണം. ആരാണ് കൂട്ടി വരുത്തേണ്ടത്? കർത്താവ് കൂട്ടി വരുത്തണം. വിളിച്ച് ബന്ധിപ്പിക്കട്ടോ. ഒരു സഭയുടെ ആരംഭം എന്ന് പറയുമ്പോൾ അന്തിമ കൽപ്പനയില് 4 കൂട്ടം കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രസംഗിക്കുക, അല്ലേ? ലോകത്തെക്കാൾ പോയിട്ട് എന്ത് ചെയ്യണം? പോണം. ഇങ്ങോട്ട് വാ, ഞങ്ങൾ പ്രസംഗിച്ചു തരാന്നല്ല കേട്ടോ. ഞങ്ങള് നന്നായിട്ട് ഗോ ആൻഡ് പ്രീച്ച്. വാ ഞാൻ പ്രസംഗിച്ചു തരാം. അങ്ങനെയാണ് എല്ലാവിടെ പോണം. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ ലൂക്കോസ് പറയുന്നത് ഞങ്ങൾ വീടുകൾ തോറും തെരുവുകൾ തോറും ഞങ്ങൾ എന്ത് ചെയ്തു? ചിലർ വിചാരി ഈ കൺവെൻഷൻ പ്രശ്നം ഞങ്ങൾ വലിയ കാര്യവും ഈ സാധാരണ വീടുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭവന സന്ദർശനം ചെറിയ കാര്യമാണ് തോന്നുന്നുണ്ടല്ല. ദാറ്റ് ഈസ് പൈനിയർ എവാഞ്ചലിസം. ഇന്നലെ കണ്ടു CPM-ലെ ഒരു കൂട്ടം വിശ്വാസികൾ ഞങ്ങളുടെ വടക്കടത്താവ് ജംഗ്ഷനിൽ നിന്നിട്ട് പ്രസംഗിക്കുക. അവർ രീതി പ്രസംഗിക്കുകയാണ്. ദേവദാസന്മാരും സഹോദരിമാരും ഉണ്ട്. ഞാൻ പോയി 10 രൂപ ഞാൻ പറഞ്ഞ ചായ മാറ്റിയിട്ട് അയ്യോ സഹോദര വേണ്ട, ഒട്ട് കൺവെൻഷൻ നടക്കുന്നുണ്ട്, എൻ്റെ പരസ്യമാണ്. അപ്പൊ ഞാൻ പറയാൻ വരുന്നത് ഗോ ആൻഡ് പ്രീച്ച്. എന്തെങ്കിലും വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞു. പിന്നെ മൂന്നാമതാണ് പറഞ്ഞിരിക്കുന്നത് എന്തറിയാമോ? അവിടെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. പിന്നെന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ വേറൊരു വാക്കുണ്ട്, ഉപദേശപ്പെടുത്തിക്കണം. അതിനാണ് ഇവിടെ ഇത് കിടന്നിട്ട് ദൈവദാസന്മാർ പഠിക്കും. ഉപദേശം, ഡിഡാക്റ്റിക്, അപ്പോസ്തലന്മാരുടെ ഉപദേശം, അവരിരിക്കുന്ന അടിസ്ഥാനം പഠിപ്പിക്കണം. 4ാമത് ശിഷ്യന്മാരാക്കിക്കൊണ്ട്. ശിഷ്യന്മാരാക്കിക്കൊണ്ട് നമ്മുടെ വ്യാനോട് ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ വലിയ ഗംഭീര സാധനമാണ്. അല്ല, ശിഷ്യത്വം പറഞ്ഞറിയാമോ? അനലൈസ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദിമസഭയ്ക്ക് എന്തുവായിരുന്നു പേര്? ശിഷ്യന്മാരുടെ കൂടെ എന്ത് പേര് ലഭിച്ചു? ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. അത് കഴിഞ്ഞുകൊണ്ട് വായരുത്. 12-ാമത്തെ ആക്സ് 13-1 വായരുത്. അന്ത്യോക്യയിലെ സഭ, പ്രാദേശിക സഭ സ്ഥാപിക്കും. ഇത് അതിന്റെ ഫോർമുല. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ കുറച്ചു പേരുണ്ട്, ഞങ്ങൾക്ക് പണമായി, വിദേശത്തൊക്കെ നടക്കുന്നതാണ്. നമ്മൾ പോരെ, എന്തിനാ വേറെ ആൾക്കാര്?
നമ്മൾ തന്നെ ഒരു സഭയല്ലേ? ഇത് ആരാന്നറിയാമോ? ആ സഭയിലെ ലീഡർഷിപ്പിനോട് കൊതിക്കുന്ന ആശമാരാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഞങ്ങളുടെ കുറെ കുടുംബക്കാരുണ്ട്, ഞങ്ങളെല്ലാവരും കൊണ്ട് എന്തിനാണ് ഞാൻ ഇതിനെ മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരിക്കുന്നത്? അപ്പോൾ 13 അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, എബ്രായരെയും കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞു. അതൊന്നും നോക്കത്തില്ല. ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, ഭാരത കുടുംബക്കാരാണ്, ഞാൻ ഇന്ന കുടുംബക്കാർ, ഞങ്ങളെല്ലാം കൂടെ ചേർന്ന ഓരോരുത്തർ പേരുണ്ട്. ആ പേരുള്ള സഭ, ആ പേരുള്ള സഭ ഞങ്ങളുടെ കുടുംബം മറ്റേ ഞങ്ങളെല്ലാം കൂടെ കൂടി പോവാ. ഫോർമുലയ്ക്ക് ശരിയാണോ? ഫോർമുല, ഈ പറഞ്ഞ ഫോർമുലയ്ക്ക് ശരിയാണോ? ഫോർമുല എന്താ പറഞ്ഞിരിക്കുന്നത്? സാധനം സാധിക്കണമെങ്കിൽ സുവിശേഷം പ്രസംഗിച്ച്, വിശ്വസിക്കുന്നതിന് ഉപദേശം പഠിപ്പിച്ച്, പിന്നെന്താണ്, അവരെ സ്നാനപ്പെടുത്തി അവരുടെ സഭ ഉണ്ടാവണം എന്നുള്ള ഫോർമുലയാണ്. ആ സഭകളാണ് അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സഭകളാണ് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ടർക്കിയിലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി, പണ്ട് തുർക്കി, ഇപ്പൊ ടർക്കി, ആ ടർക്കിയുടെ ഏജിയൻ സമുദ്രത്തിനോട് ചേർന്ന് 50, 60, 75 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ളതായ 7 സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു നിലവിളക്ക്, അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് 7 നിലവിളക്കുകളാവുന്നതാണ്. 7 ലാംപ് സ്റ്റാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. 7 നിലവിളക്കുകൾ. ഈ 7 നിലവിളക്കുകൾ 7 സ്ഥാനത്ത് ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. കേട്ടോണേ, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 7 അത് ഏഷ്യയിലെ അന്നത്തെ ഏഷ്യ 7 സഭകളാണ് നമ്മുടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഈ വ്യാഖ്യാനത്തിന് വേറെ ഒന്നും പോണ്ട, വേർഡ് ടു വേർഡ് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഇതാണ്, വേർഡ് ടു വേർഡ്, 11 to 11. അവിടെ ആ 7 സഭകളെ അവിടെ നിലവിളക്കുകളായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു. എവിടെയാണ് വചനത്തിൽ നിലവിളക്ക് കാണുന്നത്? പഴയ നിയമത്തില് അമ്മാമ പറഞ്ഞു, സമാന കൂടാരത്തിൽ. പക്ഷെ അവിടെ ഒരു ശിഖരത്തിന്മേൽ, അല്ലെങ്കിൽ ഒരു സ്റ്റം എന്ന് മലയാളം പറയാം, ആ തണ്ടിന്മേലെ എത്ര ശിഖരങ്ങൾ ഉണ്ടായിരുന്നു? വെരി ഗുഡ്, താങ്ക് യു. ഈ 7 ശിഖരങ്ങളിൽ എന്ത് ചെയ്യും? ഇടിച്ച ഒലിവ് ഓയില് തിരിയും. അപ്പോൾ സമാന കൂടാരത്തിലേക്ക് പ്രവേശിക്കുന്നതായ പുരോഹിത വൃന്ദത്തിന് വെളിച്ചമായിട്ട്, ആ സ്ഥലത്തിന് വെളിച്ചമായിട്ട്, സാക്ഷ്യമായിട്ട് ആ നിലവിളക്ക് അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോണേ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വെളിപ്പാട് പുസ്തകത്തിന്റെ വിഖ്യാത വ്യാഖ്യാനങ്ങളായ ജെ അലൻമറ്റിന്റെയും മറ്റും എഴുത്താണ് ഞാൻ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തണ്ടിന്മേലുള്ള 7 ശിഖരങ്ങളാണോ? അല്ലല്ലോ. 7 ഇൻഡിപെൻഡന്റ് സ്വതന്ത്ര 7 സ്ഥലങ്ങൾ. ആദ്യമായിട്ട് ആ ചിന്ത, ആ 7 നിലവിളക്കുകൾ അവിടെ എഫെസോസിലും സ്മിർനയിലും പെർഗമോസിലും പിന്നെ ത്വയ്തയിലും പിന്നെ സർദീസ്, ഫിലദൽഫിയ 7 സ്ഥലങ്ങളാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് 7 നിലവിളക്കുകളാണ്. ആ പ്രദേശങ്ങൾ ജാതീയ സമ്പ്രദായങ്ങൾ, റോമൻ, ഗ്രീക്ക്, പേഗണിസം, ദുർമതം നിലനിന്നതായ വിഗ്രഹാരാധന സ്ഥലത്ത് ദൈവം അവിടെ സുവിശേഷ പ്രസംഗത്തിൽ കൂടെ, എല്ലാ സഭകളുമാണ് ഈ പൗലോസ് സ്ഥാപിച്ചത്, പലതും അവിടെ ചുറ്റുപാടും സുവിശേഷം പ്രസംഗിച്ച് അയ്യോ രക്തം വേർത്തൊഴിക്കൊണ്ട് ദൈവദാസന്മാരെ വേർത്ത് പരസ്യോതിൽ വേർക്കുമ്പോ ഓർത്തോണം. വെള്ളം കിട്ടാതെ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ അവര് പ്രസംഗിച്ച്, പൗലോസ് പോലെ പ്രസംഗിച്ച് വിശ്വസിച്ചവരെയാണെങ്കിൽ രാവും പകലും കണ്ണുനീരോടുകൂടി എന്ത് ചെയ്തു അറിയാമല്ലോ. അപ്പോസ്തലൻ 20 പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ രാവും പകലും ഒന്നും മറച്ചു വെക്കാതെ
വിത്തൗട്ട് ഹൈഡിങ് എനി ഡോട്ട് റെവലേഷൻ. തനിക്ക് കിട്ടിയ റെവലേഷൻ അതാണ് നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നത്, പഠിപ്പിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ആ സഭകള് 7 സ്ഥലത്ത് എന്തായിട്ടാണ് ശോഭിക്കുന്നത്? വെളിച്ചമായി. അയ്യോ, ഇന്ന് ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സഭക്കാരനാണ്? ഇന്ത്യക്ക് സാക്ഷ്യം നഷ്ടപ്പെട്ടു, വെളിച്ചം നഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞു? വെളിച്ചം നഷ്ടപ്പെട്ടു. അവിടെ സാക്ഷ്യങ്ങളായി. അവിടെ വേറൊരു ചിന്ത വരുന്നത്, ഇതൊക്കെ എക്ലീസിയയുടെ ഭാവമാണ്. പഴയ നിയമത്തിൽ ഒരു തണ്ടിന്മേലാണ് ഇതെല്ലാം എന്ത് വരുന്നത്? ഒരു തണ്ടിന്മേലല്ല. ഈച്ച് ലോക്കൽ അസംബ്ലി ഈസ് ഓട്ടോണമസ്. മനസ്സിലായ? സ്വതന്ത്രമാണ്. എഫെസോസിലെ സഭയ്ക്ക് കൊലോസ്യ സഭയെ സംബന്ധിച്ചിടത്തോളം, സ്മിർനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയന്ത്രണം എടുക്കാൻ പറ്റില്ല. അവിടെ പിന്നെ ലീഡർഷിപ്പ് പഠിപ്പിക്കും. അവിടെ ദൈവം, എഫേസ്യർ 4:11, ദൈവം ക്രിസ്തു അപ്പോയിന്റ് ചെയ്ത് അധികാരപ്പെടുത്തിയിരിക്കുന്നതായ സഭാമുഖ്യന്മാർ, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ വിഷയമാണ്. ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആരാ പറയണ? ആരാണ്? വേറെ ഏതെങ്കിലും സഭകളാണോ? വേറെ ഏതെങ്കിലും നേതാക്കന്മാരാണോ? ഒരു കേന്ദ്രീകൃത ഭരണമാണോ? ക്ഷമിക്കണേ, പച്ചയായിട്ട് ഭരണം പറയുകയാണ്. എനിക്ക് യാതൊരു മുൻവിധിയില്ല ആരുടെ കൂടെ. ഏതൊരു സെൻട്രൽ ലീഡർഷിപ്പ് ആണോ? ഒരു ഫോറമാണോ? ഒരു കോൺക്ലേവ് ആണോ? പറ, ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ പറ. ഇത് പറയാതെ നിങ്ങളെ അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവം അവിടെ സഭാമുഖ്യന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിന് ചില ക്രൈറ്റീരിയ നമുക്ക് പഠിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഓരോ പ്രാദേശിക സഭയും അക്കൗണ്ടബിൾ ആയിരിക്കുന്ന കണക്ക് കൊടുക്കേണ്ടത്. എബ്രായലേഖനം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇത് നമ്മുടെ പിള്ളേരെയും കൊച്ചുമക്കളെ എല്ലാം പഠിപ്പിക്കണം കേട്ടോ. ഈ സഭയിലാണെങ്കിൽ സഭാ നേതാക്കന്മാരെ യാതൊരു സഭാ മൂപ്പന്മാരെയും ഇടയന്മാരെയും യാതൊരു ബഹുമാനവും ഇല്ല. അത് വായിച്ചോളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് അടുത്ത് പറയുന്നത് എന്തുവാ? അവരെന്ത് ചെയ്തിട്ടുള്ളതാണ്? പറ, ആർക്കാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്? സെൻട്രൽ ബോഡിയോടോ? കേന്ദ്രീകൃത ഭരണ സമ്പ്രദായത്തോടോ? ആർക്ക് കണക്ക് ബോധിപ്പിക്കണം? ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കണം. വില്യം മക്നാവ് വന്നതായി ദൈവദാസൻ ആ ക്ലാസ് എടുത്തപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് ഞാൻ ഇങ്ങനെ കേട്ടതാണ്, പഠിച്ചു ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈവൻ ദൈവം ഓരോ പ്രാദേശിക സഭകളും, നമ്മള് മൂപ്പന്മാർ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ, ഇടയന്മാർ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ, അത് പ്രാദേശിക സഭാബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു യൂണിവേഴ്സൽ സഭാബന്ധത്തിനല്ല. അവിടെ പറയുന്നത് അറിയാമോ? ഈ വലിയ മക്കൾ പറഞ്ഞിരിക്കുകയാണ്, ബലത്തിൽ പറയുകയാണ്. എക്ലീസിയോളജി അരച്ച് കലക്കി കുടിച്ചതായ ദൈവദാസനായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഈവൻ മൂപ്പന്മാർക്ക് പോലും സ്വതന്ത്രമായ അധികാരമില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന മൂപ്പന്മാർ പ്ലൂറലാണ്. പിന്നെ സഭാനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്നത് അവർ തന്നെ ഒരു തീരുമാനം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇരുന്നുകൊണ്ട് അവരൊന്നിച്ചുകൂടി സഭയിൽ പ്രശ്നം വരുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമുഖത്തേക്ക് നോക്കി, ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് തീരുമാനം എടുക്കേണ്ടത്. അത് കാണിക്കുന്നതെന്ന് അറിയാമോ? സഭയുടെ തലയാരാ? നിങ്ങൾ ആയിരിക്കുന്ന പ്രാദേശിക സഭയുടെ തലയാരാ? കേട്ട് അതിന്റെ അധികാരി ആരാണ്? കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം സ്വതന്ത്രമായിട്ട് ഓരോ സ്ഥലത്തും ദീപങ്ങളായിട്ട് നിലവിളക്കുകളാണ് ആക്കി പിടിക്കുന്ന സഭ ഈ അക്കൗണ്ടബിലിറ്റി. ഞങ്ങൾ അങ്ങ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അവിടെ തന്നെ വെളിപ്പാട് പുസ്തകത്തില് ഒരു വാക്യമുണ്ട്. അതിന്റെ നടുവിൽ ഈ നിലവിളക്കുടെ മധ്യത്തിൽ ആരാ? അറിയാവുന്ന വിഷയം. നിലവിളക്കുടെ മധ്യത്തിൽ ആരാണ്? എന്താ പറഞ്ഞേ? കർത്താവ് മാത്രം, വേറെ ഒരു രാജത്വംശമില്ല. സഭകളെ നിയന്ത്രിക്കുന്നത് കർത്താവ് മാത്രം.
അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പ്രമാണം അതിനുവേണ്ടിയുള്ള വചനമാണ് നൽകിയിരിക്കുന്നത്. ഒരു ലീഡറും ആരും ഇതിനപ്പുറമായിട്ട് പ്രവർത്തിക്കരുത്. അതുകൊണ്ടാണ് സഭാമുഖ്യന്മാർ, ഇടയന്മാർ, മൂപ്പന്മാർ, അധ്യക്ഷന്മാർ ഇതെല്ലാം പിന്നെ പഠിക്കുന്നുണ്ട്. സിനോണിമസ് ആണ് പഠിക്കുന്നത്, പര്യായ പദങ്ങളാണ് പഠിക്കുന്നത്. അവ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷൻ, യോഗ്യത നോക്കുമ്പോൾ അവർ വചനം പഠിപ്പിക്കാൻ അവർ ഉപദേഷ്ടാക്കന്മാരായിരുന്നു. പാസ്റ്റർ ടീച്ചർ എന്നുള്ള വാക്കുകൾ വന്നിരിക്കുന്നത് എന്താണ്? പാസ്റ്റർ ടീച്ചർ എന്നുള്ള വാക്കുകൾ എന്താണ് വന്നിരിക്കുന്നത്? ഡെറിവേഷൻ. ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്, നിങ്ങളെല്ലാം പഠിക്കുന്നത്. സഭകളെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും നിലയിൽ സഭകളെ പഠിപ്പിക്കരുത്. അപ്പൊ മനസ്സിലായല്ലോ ഞാനവിടെ വരുന്ന കാര്യം. ഇങ്ങനെ പ്രാദേശിക സഭകളെ ഓരോ അതിനെ നിയന്ത്രിക്കുന്നത് നടുവിൽ നടക്കുന്ന ആരാണ്? കർത്താവ് മാത്രം. ദ ലോർഡ് അലോൺ. കർത്താവ് മാത്രം. അവന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്? അവന്റെ വചനം, എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൽപ്പനകളെ വചനം പഠിക്കണം. ഉപദേശം. ഇന്ന് സഭകള് തകർന്നു പോകാൻ കാരണം, സഭകളിൽ വേണ്ടാത്ത കാര്യങ്ങൾ കയറുവാനായിട്ട് കാരണം പുതിയ തലമുറ ഉപദേശം, പ്രസംഗങ്ങൾ തന്നെ ഉപദേശം നിബിഡമായിരിക്കണം. ടീച്ചിങ് മെസ്സേജസ്. പ്രസംഗം നല്ലതാണ്. ഒരു വാക്കൂടെ, പ്രസംഗം എന്നുള്ള വാക്ക്, യു ഗോ ആൻഡ് പ്രീച്ച് എന്നുള്ള വാക്ക് അന്തിമ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നറിയാം, ക്രൂപ്സോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം വിളംബരം ചെയ്യുക. നമ്മുടെ കൺവെൻഷനോടോ അല്ലെങ്കിൽ നമ്മള് പരസ്യത്തിലോ ഒക്കെ വിളംബരം ചെയ്യുക. ദൂതന്മാർ എങ്ങനെയാണ് ആദ്യത്തെ സുവിശേഷം സർവ്വജനത്തിനും ഉണ്ടാകുന്നത് മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് വിളംബരം ചെയ്യുന്നു എന്നുള്ള വാക്കാണ്. ക്രൂപ്സോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. KRUXO എന്നാണ് ഇംഗ്ലീഷ് എഴുതുന്നത്. ക്രൂപ്സോ എന്നുള്ള ഗ്രീക്ക് വാക്ക് കേട്ടോ. അത് എന്നാൽ ടീച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഡിഡാക്ട്. അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? അതിന്റെ അർത്ഥം എന്താണ്? 1-ാം നൂറ്റാണ്ടില് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് AD 100-150 ഇടയിലാണെങ്കിൽ ജസ്റ്റിൻ മാർട്ടിനാണെന്ന് ഒരു പുസ്തകം, പിതാവായ ജസ്റ്റിൻ മാർട്ടിൻ പുസ്തകം ഡിഡാക്ട് എന്നതിന്റെ പേര്. അപ്പോസ്തലന്മാരെന്ത് പഠിപ്പിച്ചോ? അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ പിതാക്കന്മാർ AD ഫോർഫാദേഴ്സ് സഭ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റിൻ മാർട്ടിന്, പിന്നെ വേറെ ആരൊക്കെയാണ്? പോളിക്കാർപ്പിനെയാണ് സ്ഫുടനായി വെച്ചിട്ടാണെങ്കിലും കൊന്നു കളഞ്ഞത്. അപ്പോൾ അവര് പറയുന്ന വാക്കാണ് ഡിഡാക്ട്. ഉപദേശം. കുഞ്ഞുങ്ങളെ, യുവാക്കന്മാരെ ബാലസംഘത്തിലാണെങ്കിലും വൈകിപ്പിനാണെങ്കിലും എവിടെയാണെങ്കിലും ഉപദേശം പഠിപ്പിക്കുക. പ്രസംഗങ്ങളിൽ തന്നെയാണെങ്കിലും ഉപദേശം നിബിഡമായിരിക്കും. പാട്ട് പാടിയാലും അതിനകത്ത് ഉപദേശം നിബിഡമായ. ദൈവം സഹായിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം.